ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ച് നമ്മൾ നോൻപൊക്കെ തുടങ്ങിയിട്ട് അതിന് ശേഷം നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ നമ്മുടെ സെൽഫി സ്റ്റാൻഡ് പൊട്ടിയെടുക്കുകയായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നോട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്കും എനിക്കുണ്ട്. പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ 6 മണി ആയിട്ടാണ്. നേരെ വൈകി. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ ഒരുപാട് ടൈം വൈകി. എന്താ വെച്ചാൽ ഞാൻ രാത്രി ഉറങ്ങാൻ പോണേക്കാൾ മുന്നേ ഒന്ന് അകമ്പേരൊക്കെ അടിച്ചു വരിയിട്ട് പോയി കിടക്കട്ടെ. അങ്ങനെ രാവിലെ ഞാൻ ഇത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണും പറയും. കരടോ ഒന്നുമില്ല. എന്താ വെച്ചാൽ രാത്രി ഉറങ്ങുന്ന നേരത്തെ ഞാൻ അടിച്ചൊരു വൃത്തിയാക്കി ഇട്ടിട്ടാണ് കിടന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് അടിച്ചൊരി തുടയ്ക്കാലോ എന്ന് കരുതിയിട്ടാണ്. മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ട്. പിന്നെ നോൻപ് കാരണം തുടങ്ങിയാൽ രാവിലെ നേരത്തെ 2 നേരത്തെ കുളിയും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു. ഇപ്പോഴേക്ക് എന്തോ ഒരു അലർജിയുടെ ചെറിയ പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിച്ചോല്ല ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ തുടയ്ക്കാനുള്ള പരിപാടി കേട്ടോ. അതിൻ്റെ ഇടയിൽ അടുക്കളയിലും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് മാതാവിന് ഫോട്ടോ മേശം വെച്ചിട്ട് അതിനേട്ടം പോയിട്ടാണ്. അപ്പോൾ അതൊക്കെ ടി വിയുടെ മുകളിലേക്ക് വെച്ചു. മെഴുകുതിരിയൊക്കെ അവിടെ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ സത്യമാണ് ഇതേ സ്പീഡിൽ ഞാൻ തുടച്ചെടുത്ത് പോയത് കേട്ടോ. എന്ന് വെച്ചാൽ 2 നേരമൊക്കെ അടിച്ചുടയ്ക്കണ വീട് എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെയാണ് കിടക്കണേട്ടോ. അങ്ങനെ ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ എല്ലാവരും അടിച്ചുടയ്ക്കുകയും ഞാൻ നേരത്തെ നമ്മൾ കുണുക്കുമ്പോൾ എനിച്ചൊന്ന് കിടക്കേണ്ട കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്നോട് പറഞ്ഞു എന്നേട്ടൻ പോയി കുളിച്ചു. അപ്പോഴേക്കും ഞാൻ അടിച്ചു കൊടുക്കണം. അങ്ങനെ എന്നേട്ടൻ്റെ കുളിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ആ നേരത്ത് എൻ്റെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാനും കുണുക്കനും കുണിക്കും കൂടി കുളിക്കാൻ പോകട്ടോ. കുണിക്കിനെ കുറച്ച് ഉണർത്തി ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്നാലും ഇപ്പോൾ നോൻപ് കാര്യങ്ങളായിക്കാനും കുടുക്കി ഏനിക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും അഡ്ജസ്റ്റഡായിട്ട് തന്നെ കുറച്ച് ദിവസം പിടിക്കും അവരൊന്ന് സെറ്റ് ആയി വരാമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പണി. നല്ല കുണക്കാൻ പറഞ്ഞ പോലെ അമ്മ പൊറോട്ടയും കുറച്ച് മീൻചാറും തരും. മീൻ കഷ്ണമല്ല കഴിക്കാൻ പാടുള്ളൂ, മീൻചാറ് കഴിക്കാനും. നമ്മുടെ അവിടെ ഇല്ലാട്ട് തറവാട്ടിൽ മീൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ അവൻ പറയണ കാര്യമാണ്. അപ്പോൾ അവർക്കറിയില്ല അത് എത്രത്തോളം. അപ്പോൾ നമ്മൾ വേണം അവർ പറഞ്ഞ് സെറ്റ് ചെയ്തതിനെ കൊണ്ടു നടക്കാം കേട്ടോ. അങ്ങനെ ഇതേ പോയി ഞാൻ കുളിച്ചു, കുണുക്കം കുളിച്ചു, കുളിച്ചു കേട്ടോ. കുണുക്കനെ 2 ദിവസമായിട്ട് തല നനച്ചിരുന്നില്ല. ഇന്നലെ ഒന്ന് തല കുളിച്ചപ്പോൾ രാത്രി വീണ്ടും ഭയങ്കര ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് തല ഞാൻ ജസ്റ്റ് നനഞ്ഞ് തൊടുകൊണ്ട് തുടച്ചെടുത്തുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികളല്ലേ നമ്മളങ്ങനെ കുറേ നോക്കിയിട്ട് എല്ലാവർക്കും വയ്യാത്ത കാരണമാണ്. അങ്ങനെ ഞാൻ വിളക്കൊക്കെ അതിനായിട്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് കുറച്ച് എണ്ണ കുറഞ്ഞപ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് ചെറിയ വിളക്കിലാണ് കേട്ടോ നമ്മൾ തിരി കത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ വിളക്ക് എത്തിച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ കുണുക്കമ്മന് നെബുലേഷൻ ചെയ്യുന്ന പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ നെബുലേഷൻ്റെ മെഷീൻ നമ്മുടെ ഷോക്കേസിൻ്റെ ആ ഒരു കള്ളിയിൽ ഞാൻ സെറ്റ് ചെയ്ത് കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു മാസം 2 നേരം കുണുക്കുന്നത് ചെയ്തേ പറ്റും. അത് ഒരു ബോട്ടിൽ മരുന്ന് രാവിലെ, ഒരു ബോട്ടിൽ മരുന്ന് രാത്രി ഇട്ട് അങ്ങനെ ഫുള്ളും ചെയ്യണം. അപ്പോൾ അവന് നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവന് ചെയ്യാൻ മടി. ഇതാകുമ്പോൾ ടി വിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ടി വി കണ്ടുകൊണ്ടിരുന്നിട്ട് അത് വലിച്ചോളൂ കേട്ടോ. രാത്രി ഉറങ്ങാൻ പോണേക്കാൾ മുന്നേ ബിഗ് ബോസ് കണ്ടുകൊണ്ടാണ് രാത്രിത്തെ ഇത് വലിക്കൽ. ഈ നേരത്തെ രാവിലെ ഇപ്പോൾ ഗാനമൊക്കെ വെച്ച് ഇരിക്കും കേട്ടോ. അവൻ വേറെ കാർട്ടൂൺ എന്തെങ്കിലുമൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ നമുക്ക് അയ്യപ്പൻ്റെ പാട്ട് വെക്കണം. അപ്പോൾ അതൊക്കെ വെച്ച് ഇന്ന് കേട്ട് ഇരിക്കുകയാണ് കേട്ടോ അവർ രണ്ടാളും. അതിൻ്റെ ഇടയിൽ ഞാൻ തുമ്മണാണ്. എനിക്കും ഇപ്പോൾ ഭയങ്കര തുമ്പലായിട്ടത്. ഇപ്പം മൂക്കൊക്കെ അടഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിങ്ങനെ മൂക്കൊക്കെ ഫുള്ളടഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ സ്വാമിക്കുട്ടികൾ കുളിച്ച് വലിയ ഭസ്മൊക്കെ തൊട്ടിക്കുന്നുണ്ട്. മലയ്ക്ക് അപ്പം തോന്നുമ്പോഴെങ്കിൽ നമ്മുടെ മക്കളെ കാണാൻ ഒരു പ്രത്യേക രസമല്ലേ. ഒരു മാളികപ്പുറം അയ്യപ്പൻ കുട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ചന്തല്ലേ. ഞങ്ങളിപ്പോൾ മാളികപ്പുറം എന്ന് വിളിക്കേട്ടോ. അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിത് ഈ വേഗം അടക്കളയിൽ ഏൽപ്പിക്കും. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങും നന്നാക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് കഴുകിയാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ഒന്ന് അലമ്പിയിട്ട് വേവിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അതിനായിട്ട് ഉപ്പിട്ടാണ്ട് വേവിച്ചിട്ട് ഞാൻ സ്വന്തം ഉപ്പിട്ടിട്ടാണ് വേവിക്കാറ്. അങ്ങനെ ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് ഗ്രീൻ പീസും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് പിന്നെ വെള്ളയപ്പത്തിനുള്ള അരിയൊക്കെ ഞാൻ കഴുകി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 പിടി നാളികേരം, 1 പിടി ചോറ്, 2 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പിട്ടിട്ട് അരച്ചിരിക്കണം. അതിനായിട്ട് അതും അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ നമ്മൾ വന്ന് അടിച്ചോടെയും മിറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉണ്ണകളെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സമയം വൈകി. എന്താ വെച്ചാൽ നേരെ വൈകില്ലോ എനിക്ക്. അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് രാവിലെ എല്ലാം പണി കഴിയാറുണ്ട് കേട്ടോ. ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിയാറുണ്ട്. പക്ഷേ ഇന്ന് നേരെ വയ്ക്കാനൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ റേഷനരി വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ അടുക്കളയിൽ ഞാൻ മുതിര വേവിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിലത്തെ അടുക്കളയിൽ
അങ്ങനെ നമ്മളത് ഇന്ന് ഗ്രീൻ പീസ് റേഷനരി ആണിട്ട് ഇന്ന് കേണ്ടത് അത് 4-5 പ്രാവശ്യം ഇങ്ങനെ കഴുകി നിന്നാലിട്ട് അതൊന്ന് വൃത്തിയാവുള്ളൂ. ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ചോറ് നല്ല ചോറാണ്, വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നല്ല ചൂടുവെള്ളത്തിലൊക്കെ കഴുകി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് മാസത്തിലൊക്കെ ഒരു 10 കിലോ ഉണ്ട്. ചുവന്ന അരി ഇവിടെ ആർക്കും ഇഷ്ടമില്ല, വെള്ളരിയൊക്കെ ആകുമ്പോൾ പിന്നെ അവർ കഴിക്കും കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണത്. നമ്മൾ ചട്ടി വെച്ചു, അരിക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടു. ഇനി ഇതേ വെളുത്തുള്ളിയാണ് കേട്ടോ അതിനായിട്ട് അവിടെ നന്നാക്കി തന്നെ. അപ്പോൾ അത് കഴുകി ഒരു 3-4 വെളുത്തുള്ളി, തുണ്ട് ഇഞ്ചി കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഒന്നും ഇടുന്നില്ല. 3-4 വെളുത്തുള്ളി അതും ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് അവിടെ വാടി പൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി അതിലേക്ക് ഞാൻ ഒരു സബോള കേട്ടോ, ഒരൊറ്റ സബോള കുഞ്ഞിതാക്കി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ 2 പച്ചമുളക്, ഒരു മീഡിയം സൈസുള്ള പഴുത്ത തക്കാളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അടിപൊളി ഗ്രീൻ പീസ് കറിയാണ്, വെറുതെ പറയല, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നമ്മളപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെറിയ സിമ്പിളായിട്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊരു പല കറികൾ വരുമ്പോഴാണ് പല ടേസ്റ്റുകളും കാര്യങ്ങളും അല്ലേ. അങ്ങനെ നമ്മളിത് അത് വാട്ടി ഇരിക്കേണ്ട പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. പൊടികൾ എണ്ണയേക്കാൾ മുന്നേ തന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. പൊടി ഒരുപാട് കണ്ട് മൊരിയണ്ടെന്ന് വെച്ചിട്ടുണ്ടാണ് തക്കാളി തന്നെ ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ തക്കാളി ജസ്റ്റ് ഒന്ന് വാടി കിട്ടാൻ വേണ്ടി, ഒരുപാടാണ് വാടി കുഴയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ടേസ്റ്റായിട്ട്, നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, എല്ലാം കൂടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. കറിവേപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില കഴുകി കൊടുന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ ഐറ്റംസുകളൊക്കെ വാടി സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ജോലിക്കാർക്കൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഞ്ച് ചൂടാക്കി കഴിക്കാനും ഒക്കെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരു 1/2 ടീസ്പൂണോളത്തോളം മഞ്ഞൾപ്പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളത്തോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ പഠിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടി കേട്ടോ. ഇതാണ് നമ്മുടെ കാശ്മീരി ചില്ലി ഒന്നുമല്ല, സാധാ നമ്മുടെ മുളകും പൊടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതിന് നന്നായി ഇളക്കി വരിക. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് അതിനായിട്ട് അകത്തുനിന്ന് നമ്മുടെ ഗരം മസാല പൊടിച്ച ഡപ്പിരിക്കേണ്ട അതൊന്നും എടുത്ത് കൊടുന്ന് തരുന്നു. കുറച്ച് ഉപ്പിടാൻ പറഞ്ഞിട്ട് അതിനായിട്ട് ഉപ്പിട്ടിട്ടില്ലല്ലോ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടാണ് പറഞ്ഞ് വേവിക്കുന്നുണ്ട്. പ്രാവശ്യം അഞ്ഞൂറിനാണ് വേവിച്ചാൽ എനിക്ക് 2 ഇടാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഉപ്പൊക്കെ ഇട്ടു, അതിലേക്ക് കുറച്ച് ഒന്ന് ജസ്റ്റ് വാടി വന്ന ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തള വരുന്നേക്കാളും മുന്നേ തന്നെ എന്താ വെച്ചാൽ അതിനായിട്ട് വെള്ളം കുറവോടക്കനെയാണ് വേവിച്ചത്, അതുണ്ടായത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ കറിക്ക് കുറച്ച് തിക്ക് വേണ്ടേ കറിക്ക്, അപ്പോൾ അതിന് എന്താ വേണ്ടതെന്ന് പറയും, ഉരുളക്കിഴങ്ങ് കണ്ടോ, ഗരം മസാല പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ അതിലുള്ള ഉരുളക്കിഴങ്ങ്, ഒരൊറ്റ ഉരുളക്കിഴങ്ങ് ഞാൻ വലിയ പീസായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കയ്യിലിൻ്റെ മൂടുകൊണ്ട് ഒന്ന് ഉടച്ചിട്ടിട്ടാ, നല്ല ഒന്ന് പേസ്റ്റ് പോലെ ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയിലടിക്കുകയാണെങ്കിൽ എളുപ്പമുള്ളവർക്ക് അത് വേണേൽ ചെയ്യട്ടെ. ഞാൻ എളുപ്പത്തിൽ ഇതാ ചെയ്തിട്ട് മിക്സി ഇനി കഴുകി ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. ഇതിനൊപ്പം ഇതുപോലെ ക്യാരറ്റും ഇടാം കേട്ടോ. ഇതുപോലെ തന്നെ വലിയൊരു ക്യാരറ്റ്, വലിയൊരു ഉരുളക്കിഴങ്ങ് 2-3 പീസായിട്ട് ഇടുക. ഇതിൻ്റെ ഇതുപോലെ എടുത്തിട്ട് എല്ലാം കൂടി പേസ്റ്റ് പോലെ അരച്ചിട്ട് ഒഴിച്ചാലും ടേസ്റ്റ് ആട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്, പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയുള്ളവരുണ്ട്. ഞാൻ കുണുക്കനുണക്കി ഭയങ്കര മടിച്ചുകളാണ്, അവർ മാറ്റി വയ്ക്കും, കാത്തും അതിന് കേട്ടോ. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടല്ലോ കണ്ട ആ ഒരു ഗ്രേവിക്കുണ്ടല്ലോ ഒരു അപ്പാര ടേസ്റ്റ്. ആ ഉരുളക്കിഴങ്ങ് ശരിക്കും അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട അടിപൊളി. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ നോക്കുമ്പോഴൊരു തിക്കായി. പിന്നെ ലാസ്റ്റ് 1/4 പാലാണ് കേട്ടോ വെച്ചാൽ. 1/4 പാലെന്ന് വെച്ചാൽ എനിക്ക് നേരില്ലാത്തതിന് ഞാൻ നമ്മുടെ ഒരു നാളികേരത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടുവെള്ളത്തിൽ ഇളക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, ഇനി ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം. അത് എരിവും എല്ലാതൊന്ന് ബാലൻസ് ചെയ്യേണ്ട. ഈ നാളികേരപ്പാലിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഒരുപാട് ഇട്ടില്ല, ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തു. അങ്ങനെ നോക്കി ഇതേയില്ല നമ്മുടെ കറി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഇതേ രാത്രിക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞേ ഒരു വെള്ളയപ്പം ഞാനും കഴിച്ചത് രാവിലെ, അനുവേട്ടനും ഒരു വെള്ളയപ്പം ഞാനൊരു വെള്ളയപ്പം, ഉണ്ണോട് രാവിലെ ഒരേ വെള്ളയപ്പം കഴിച്ച് പോയി. പിന്നെ ഒരു 2 വെള്ളയപ്പം കൊണ്ടുപോയി കേട്ടോ. പിന്നെ ഉണ്ണികൾക്കുള്ള വെള്ളയപ്പത്തിനുള്ള മാവുണ്ട്, എനിക്ക് തന്നെയുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കണം രാത്രിയിലേക്ക്. അങ്ങനെ നമ്മുടെ ഈ കറിയൊക്കെ സെറ്റായിട്ട് അത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ ഈ ഉണ്ണോൾക്ക് സ്നാക്സ് ആയിട്ട് ഞാൻ ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ട് ജാമും ന്യൂട്രലൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത ബ്രെഡും പിന്നെ അതിലൊരു ബിസ്ക്കറ്റുമാണ് കേട്ടോ വെച്ചത്. ഇന്ന് ഞാൻ പറഞ്ഞു നേരെ വൈകാൻ നമുക്കിന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് ഒറിയോ ബിസ്ക്കറ്റ് ഞാൻ അതിന് മേടിക്കാറിലേക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടുകൂടെ കഴിക്കുന്നത്. പക്ഷേ ഇന്നാൾ അമ്മ മേടിച്ച് തരുമോയെന്ന് വെച്ചിട്ട് മേടിച്ച് കൊടുത്തുട്ടാ. അപ്പോൾ ഇന്നുമായിട്ട് അത് കൊണ്ടുപോയിട്ടാ. അപ്പോൾ അമ്മ എന്തായാലും ആക്കിയിട്ടില്ല, അമ്മ മറക്കില്ലല്ലോ. അവർക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളില്ലേ, നമുക്ക് ഇഷ്ടമില്ലാണ്ട് നമ്മുടെ പിടിവാശികളെല്ലാം നമ്മുടെ മക്കളുടെ മേത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റും. അപ്പോൾ അവരാണ് ആഗ്രഹിച്ച് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ കൊടുക്കാത്തൊരു അമ്മയൊന്നുമല്ല. പരമാവധിക്ക് ഇങ്ങനത്തെ ഫുഡുകൾ ഉണ്ടാക്കി കൊടുത്തേക്കുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്ന് മാത്രം. അങ്ങനെ സത്യം പറഞ്ഞാൽ നേരം പോയിട്ട് കുണുക്കുക. അപ്പോഴേക്കും അതിനേട്ടം പോയിട്ട് യൂണിഫോമൊക്കെ തേച്ച് കുട്ടികൾ അവരൊറ്റയ്ക്ക് യൂണിഫോം ഇട്ടു. കുണുക്കതിൻ്റെ ഇടയിൽ ബെൽറ്റ് കാണാണ്ടായപ്പോൾ വന്നാട്ട് എന്നോട് ബെൽറ്റ് ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് ഒരുപാട് ഞാൻ പറഞ്ഞില്ല കഷ്ണങ്ങൾ എല്ലാവർക്കും ആവശ്യം, അവർക്ക് ഇങ്ങനെ ഗ്രേവിയാണ് ആവശ്യം. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ സത്യം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ അതൊരു കപ്പ് ഗ്രീൻ പീസും ഒരു ഉരുളക്കിഴങ്ങാനായിട്ട്, പിന്നെ ഒരു സബോള, ഒരു തക്കാളി, തുണ്ട് വെളുത്തുള്ളി, തുണ്ട് ഇഞ്ചി, ഒരു 3 ടീസ്പൂൺ നാളികേരത്തിൻ്റെ പൊടിയായിട്ട് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു 4-5 ആൾക്കോ കഴിക്കാനുള്ള കറി ഉണ്ട് കേട്ടോ. നല്ലോണം കറി കഴിക്കുന്നവർക്കാണെങ്കിലും 4-5 ആൾക്ക് കഴിക്കാനുണ്ട് കേട്ടോ. ഈ കുണിക്കുണ്ടല്ലോ, ഇതിൽ ഒരു പാത്രം കറി കൊണ്ടാണ് അവർ 2 വെള്ളയപ്പം കഴിച്ചത്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഏതാ വെള്ളപ്പാത്രം കേട്ടോ രാവിലത്തെ. എന്നിട്ട് ഇന്ന് വരുമ്പോൾ വെള്ളയപ്പം 3-4 പീസ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എന്താ കൊടുക്കുക ബാക്കി വെച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് അതിൻ്റെ ഗ്രേവി കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് അമ്മയെന്ന് പറഞ്ഞത്. അവർക്ക് ഗ്രേവി നല്ലോണം വേണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിക്നെസ്സായിട്ട് ഇങ്ങനെ ഉരുളൊക്കെ അടിച്ച് വേവിച്ചത്. ഗ്രീൻ പീസ് ആകുമ്പോഴേ നമുക്ക് വെന്തുടച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് വെന്തുടയ്ക്കാണ്ട് ഗ്രീൻ പീസ് നല്ല ഭയങ്കര പാകം വേവായിട്ടായിരുന്നു കേട്ടോ കിടന്നത്. 4 വിസിലായിരുന്നു കേട്ടോ. തലേദിവസം വെള്ളത്തിലിട്ട ഗ്രീൻ പീസാണ് 4 വിസിലടുപ്പിച്ചു കേട്ടോ. കറക്റ്റ് വേവായിരുന്നു. അങ്ങനെ ഇതേ കുണുക്കനുള്ള ഫുഡാക്കി ഇതേ കുണുക്കിക്കുള്ളതുകൊണ്ട് നമ്മൾ ലഞ്ച് ബാഗിലാക്കാണ് കേട്ടോ. ഈ ഒരു ബാഗ് നല്ലതായിരുന്നു, പക്ഷേ അതിൻ്റെ വള്ളി പൊട്ടി. എന്നിട്ട് അത് സൂചി കുത്തിയിട്ടാണ് കുണുക്ക ഇട്ടിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇതേ നമ്മൾ അതൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇവരെ ഒന്ന് സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ ഇതേ കുണുക്കാന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുണുക്കാരുടെ ഫുഡ് കഴിക്കണോടത്താണ് വന്നത്. അതാണ് കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുണുക്കനെ സോക്സ് ഇട്ട് കൊടുത്ത് പിന്നേക്ക് ഇടാന്ന് വെച്ചാൽ നേരില്ല, എനിക്ക് ഡ്രസ്സ് മാറണമല്ലോ. അങ്ങനെ കുണിക്കുകയെന്ന് വിളിക്കേണ്ട. അപ്പോൾ എനിക്ക് കുണിക്ക് വന്നു. കുണിക്കിൻ്റെ ഫുഡ് കഴിക്കൽ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുണിക്കിയത് അമ്മ മുടി കെട്ടിയതിൻ്റെ മുകളിൽ പോയി ബാക്കി കഴിച്ചോ. അമ്മ ഡ്രസ്സും അപ്പോഴേക്കും എനിക്ക് ഡ്രസ്സ് മാറണമല്ലോ. അങ്ങനെ കുണിക്കിനെ മുടിയൊക്കെ ഈരി 2 വശം കെട്ടി കൊടുക്കാനായിട്ടാണ്. അവർക്ക് സ്കൂളിലേക്ക് 2 വശം കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നാലും ചില ദിവസങ്ങളൊക്കെ ഞാൻ 2 വശം ഇങ്ങനെ കെട്ടി കൊടുക്കൂട്ട. നല്ല രസമാണ് കുട്ടികൾക്ക്. ചിലപ്പോൾ ഞാൻ ബാക്ക് വശം മാത്രം ഒറ്റ സ്ഥലത്ത് മാത്രം ഇങ്ങനെ മെടഞ്ഞ് വയ്ക്കൂട്ടോ. അങ്ങനെ ഇപ്പോൾ എന്നും രാത്രി മെടഞ്ഞ് കിടന്ന് ഉറങ്ങുക. കാരണം രാവിലെ അധികം ചിക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എണ്ണ അധികം തേക്കാൻ പറ്റില്ലല്ലോ മനക്ക് പോണ സമയം. ഒരു തുള്ളി ഒന്ന് പൊടി ഇറക്കുന്നു മാത്രമല്ലോ, ചെയ്യാൻ പാടില്ല. വസ്ത്രം മാറി കഴിഞ്ഞാൽ ഇപ്പം നോൻപലേച്ചിട്ട് തരി വെളിച്ചെണ്ണ കാരണം ഞാൻ തേക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അനുവേട്ടൻ കൊണ്ടുപോകാൻ വേണ്ടി ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നു. അങ്ങനെയുള്ള അവരെയൊക്കെ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ വരാം കേട്ടോ. അങ്ങനെ ഉണ്ണിയോളതിനെയൊക്കെ കൊണ്ടാക്കി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ അടിപൊളി ഗ്രീൻ പീസ് കറി കേട്ടോ. നമ്മുടെ പുതിയ സ്റ്റാൻഡൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളികേരപ്പാലല്ല, നാളികേരപ്പാലിൻ്റെ നമുക്ക് ഈ നാളികേരപ്പാലിൻ്റെ പൊടി കിട്ടുമല്ലോ വെള്ളത്തിലേക്ക് ഒഴിക്കാൻ പറ്റുന്നത്, അതാട്ടോ. ഞാൻ മേടിക്കാത്ത ആളാണ്. പക്ഷേ എനിക്ക് എന്തോ സാധനം മേടിക്കുമ്പോൾ ഓഫർ കിട്ടിയത് ഒരു ദിവസം. അപ്പോൾ ആ കമ്പനിയുടെ നാളികേരപ്പാൽ ഓഫർ കിട്ടിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം കുഴപ്പമില്ല, കറിയുള്ളിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ഇതുപോലെ മേടിച്ചിട്ട് ഇങ്ങനെ എമർജൻസി ആയിട്ടുള്ള ഘട്ടങ്ങൾ നേരില്ലാത്ത നേരത്തൊക്കെ നമുക്ക് നാളികേരം ചെരുകി പിഴിയണ്ടല്ലോ. അപ്പം നേരിലെ സമയമാണെങ്കിൽ ഞാൻ നാളികേരം ചെരുകി പാലെടുക്കില്ല പതിവട്ടാ. പക്ഷേ ഈ കറി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നോക്കി ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കറി. വെള്ളയപ്പത്തിൻ്റെ കൂടി ടേസ്റ്റ് ഉണ്ട്. ഇതിൽ ഉരുളക്കിഴങ്ങ് കഴിക്കാത്ത കുട്ടികളുണ്ട്, ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇല്ലാത്ത അതിന് ഇടാനിട്ടാണ്. ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് വലിയ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ വലിയ പീസായിട്ട് ഇടുക. എന്നിട്ട് അതിന് വെന്തതിന് ശേഷം അതെടുത്തിട്ട് നമ്മുടെ മിക്സിയിൽ ചാലിട്ട് ഒന്ന് അടിച്ചിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കൊഴുപ്പ് ഇട്ടിട്ട് കറിക്ക് കഴിക്കാത്ത കുട്ടികൾ കഴിക്കുകയും ചെയ്യും. എൻ്റെ 2 കഴിക്കില്ല. എൻ്റെ 2 ഇങ്ങനെ മാറ്റി വയ്ക്കുള്ളൂ. കുണുക്കിന് കുണിക്കതേ
കാർത്ത് വയ്ക്കും കേട്ടോ. കാർത്തൂന് പച്ചക്കറിയിൽ ഇങ്ങനെ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാർത്ത് വയ്ക്കും. കുണുക്കിനെ ഒളിക്കും സ്കൂൾ ഉണ്ടായാലും അതെ. ഈ ചാറ് മാത്രം എടുത്ത് വയ്ക്കും. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റി മാറ്റി വയ്ക്കും കേട്ടോ. നമുക്ക് തടിയുള്ളവർക്ക് ഉരുളാകുന്ന ദോഷമാണെങ്കിൽ പോലും ടേസ്റ്റ് ഭയങ്കര. ഇപ്പോൾ വെജിറ്റേറിയനെ കാര്യം നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോന്നിങ്ങനെ പരീക്ഷിച്ചിട്ടേ ഇരിക്കണം. ഓരോ കറികളും മടുക്കാൻ പാടില്ലല്ലോ. നമുക്ക് എന്നും സാമ്പാർ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇട്ടിതാ ദോശ അങ്ങനെ ഓരോ ദിവസം മാറ്റി 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 ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറയാം, എനിക്ക് എൻ്റേതായ ഒരു റെസിപ്പികളുണ്ട്. എനിക്ക് ടേസ്റ്റ് എൻ്റേതായ ടേസ്റ്റിന് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറ്. അതാണ് ഞാൻ ഷെയർ ചെയ്ത് തന്നെ കേട്ടോ. കുറേ നമ്മുടെ നാട്ടിലാണ് കുറേ കുട്ടികൾ വെളിനാട്ടിൽ പഠിക്കാൻ പോയവരുണ്ട്, ജോലിക്ക് പോയവരുണ്ട്. അവർക്കൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ റെസിപ്പികളാണ് കേട്ടോ എൻ്റെ ചാനലിൽ കൂടുതൽ ഞാൻ ഇടാറ്. കാർത്ത് വരികയാണെങ്കിൽ കാർത്തൂന് ഭയങ്കര ഇഷ്ടമായിട്ടത്. ഗ്രീൻ പീസിൻ്റെ വേവൊക്കെ ഇങ്ങനെ പാകം വേവാട്ടാണ്. നല്ല ടേസ്റ്റ്. മുതിരപ്പേരി ആട്ടാ. ഇതിവിടെ മടുക്കില്ല. എത്ര കൊടുത്താലും മടുക്കാത്തൊരു സാധനം മുതിരയാണ്. ഉണ്ണുകൾക്കായാലും ചോറുകൾക്കായാലും വെജുകൾക്കൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾ ഇതേ മുതിരപ്പേരി കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി കുഞ്ഞ് വെളുത്തുള്ളി പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നന്നായി തിരുമ്പി കഴുകിയിട്ട് കട്ടിങ് ബോർഡും ഇട്ടിട്ട് ചതച്ചു. എന്നിട്ട് അതിൻ്റെ തൊലിയിൽ അതിങ്ങനെ ഞാൻ പറക്കി കളയണതാണ് ഈ ഇരുന്ന് കാണുന്നത് കേട്ടോ. നന്നാക്കി വരാനുള്ള ടൈമില്ല. നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോവാണ്ട്. ഏട്ടൻ്റെ എടുത്തിനെ കൊണ്ട് ഞങ്ങൾക്ക് കുന്നോളത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഏട്ടനും എടുത്തിരുന്നെങ്കിൽ നിന്ന് നാളെ രാവിലെ ഗൾഫിൽ പോട്ടെ. അപ്പോൾ അന്ന് രാത്രി അവർ ഇറങ്ങുമെന്നാണ് പറഞ്ഞ്. നാളെ പുലർച്ചയോട് കൂടിയിട്ട് ഫ്ലൈറ്റ് ഇട്ടാ. അപ്പോൾ എടുത്തോട് 10 മണിയാകുമ്പോൾ കുന്നോളം പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും മുന്നേ വരുമ്പോൾ നേരം വഴുകില്ല. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി ഉച്ചത്തെ. മുതിര ഞാൻ വേവിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാച്ചി പിന്നെ ഒരു 5-8 വറ്റൽമുളക് വറുത്തെടുത്തു. 3-4 വലിയ ചുവന്നുള്ളി അത്യാവശ്യം വലിപ്പമുള്ള ചുവന്നുള്ളിയൊക്കെ 3-4 എടുത്തുവിട്ട്, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 5-10 വേണം. അതും എണ്ണയിൽ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇട്ട് അരിയണ്ട. പിന്നെ 3 അങ്ങനെയുള്ള തക്കാളി ഇട്ട് ഞാൻ നന്നാക്കിയിട്ടില്ല. അങ്ങനെയുള്ള തക്കാളി ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വാട്ടി എടുക്കണം കേട്ടോ. നമ്മൾ ക്ഷമോടങ്ങനെ വാട്ടിക്കണം, അല്ലെങ്കിൽ നല്ല ചുട്ടെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കി കേട്ടോ. പിന്നെ നമ്മൾ ആ മുളകരിക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടു, ഒരു മുറി തേങ്ങ ഇട്ടു കേട്ടോ. പിന്നെ ഈ 3 തക്കാളി കൂടി ഇട്ടപ്പോൾ നമ്മൾ ചമ്മന്തിക്ക് സെറ്റ് ഇട്ടാൽ വെള്ളം ഒഴിക്കാണ്ട് വേണമെങ്കിൽ കട്ടിയിൽ ചമ്മന്തി ഉണ്ടാക്കണം. അമ്മിയിൽ അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ ചമ്മന്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേറെ ചാറ് കറിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ലൂസാക്കി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അത് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചട്നി പോലെ അരച്ചെടുത്തിട്ട്. അപ്പോൾ ചട്നി പോലെ ആണെങ്കിൽ നമുക്ക് കടുക് വറക്കണം. ചമ്മന്തി ആണെങ്കിൽ ഒന്നും വേണം കേട്ടോ. അത് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാം. ഇത് ചട്നി പോലെ കഴിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടു. പിന്നെ ഇനി കുറച്ചും കൂടി വെള്ളം ഒന്ന് മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഉച്ചത്തെ ചോറിലേക്കുള്ള ചട്നി ആയിട്ടാണ്. നമ്മൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നി കേട്ടോ. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിന് ഇതും ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അതിൽ നമ്മുടെ നാട്ടിലല്ലാണ്ട് പുറം നാട്ടിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കുറച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ ഈ ചമ്മന്തി സുഖമായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വേറെ പുളിയും എരിവും ഉപ്പും എല്ലാം ഉണ്ട്, മനസ്സിലായോ. അപ്പോൾ ഇത് ചോറിലേക്കായാലും ചട്നിക്കായാലും ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് ദോശയ്ക്കും ചോറിലേക്കും ഈ ഒരൊറ്റ കറി ഉണ്ടാക്കി
അങ്ങനെ ഈ ഉണ്ണോളേനൊക്കെ സ്കൂളിൽ കണ്ടാക്കിയതിൻ്റെ ശേഷം വീട്ടിൽ വന്ന് മുതിരപ്പേര് വെച്ചു, ഒരു ചട്നി ഉണ്ടാക്കി ചോറിലേക്ക് ആക്കാം. പിന്നെ നമ്മൾ മലയ്ക്ക് പോകുന്ന സമയം ഇവിടെ എന്നീ പരിപ്പും കാര്യങ്ങളും കൂട്ടുമ്പോൾ ഒരു മട്ടിപ്പ് വരുമല്ലേ. അപ്പം ഇങ്ങനെ ചമ്മന്തി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അധികം ഫുഡ് കഴിക്കാത്തതിന് വലിയ മട്ടിപ്പില്ല കേട്ടോ. ഇന്നലെ പിന്നെ ഞങ്ങൾ രാത്രി എല്ലാവരും കൂടിയിട്ട് ഏട്ടനും എടുത്തിയും അനിയനും ഭാര്യയും കുട്ടിയും കുഞ്ഞും ഷെബി ഞാനും രണ്ടും കുടുംബനും കുടിക്കും ഞാനെല്ലാം കൂടിയിട്ട് ചൂണ്ടിൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് സൂപ്പർ ഫുഡ് വെച്ചാൽ എനിക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ച് ഞാൻ കുടുക്കലോടിക്ക് കഴിച്ചായിരുന്നു, കുറച്ച് ഇതാണ്. പിന്നെ ബട്ടർ നാനും പിന്നെ എന്നിട്ട് അതിലേക്ക് പനീർ കറി വെജിറ്റബിൾ കുറുമ ഗോബി മഞ്ചൂരി അങ്ങനെ. പക്ഷെ എല്ലാം അത് നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. ആ സലാഡും അച്ചാറൊക്കെ കൂട്ടി അങ്ങനെ ഫുഡ് സൂപ്പറായിട്ട് വെച്ചിരിക്കുക. വെജിറ്റേറിയൻ ആകുമ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ അത്രയും താല്പര്യമില്ലാത്തൊരു വ്യക്തികളാട്ടോ ഞങ്ങൾ. പക്ഷെ എനിക്ക് ഇന്നലത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡ്. നമ്മുടെ കുന്നോള ഏരിയയിൽ നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇല്ല, കുറവാണ്. അപ്പോൾ ആ ഒരു ഞങ്ങൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നല്ല മസാല ദോശ നെയ് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എയർപോർട്ടിലേക്കൊക്കെ പോകണവർ കൂടുതൽ ഇങ്ങനെ മുസ്ലിംസ് തോന്നണം അല്ലേ. നമ്മുടെ സാമ്പാർ അവരൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അവർക്കാണ് വെജിറ്റേറിയനോട് കൂടുതൽ ഇഷ്ടമാട്ടോ. അവർ വീട്ടിൽ മിക്ക ദിവസം ഇറച്ചി കാണുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ വെച്ചപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ പോയിട്ട് വരുമ്പോഴും നമ്മുടെ ഹോട്ടലിൽ തിരഞ്ഞു പിടിച്ച് വരാനൊരു ഇഷ്ടം പോലെയാണ്. പിന്നെ വരുന്നവർ കൂടുതൽ പറഞ്ഞത് കാര്യം ഈ ഹോട്ടലിൽ കയറുമ്പോൾ നിങ്ങൾ ഒരു ഹോട്ടലിൽ കയറുന്ന ഒരു പ്രതിഫലം ഒരു വീട്ടിലേക്ക് വിരുന്ന് വന്ന ഒരു ഇതായിരുന്നു. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ എന്താ കാര്യം വെച്ചാൽ അന്വേട്ടുണ്ടാവും, ഞാൻ ഉണ്ടാവും, കുണുക്ക ഉണ്ടാവും, പൊന്നും ഉണ്ടാവും, കുഞ്ഞിനാവും. കുടിക്കുമ്പോൾ ആ സമയത്തില്ല. അപ്പോൾ ഒരു ഫാമിലിയുടെ ഉള്ളിലേക്ക് വന്ന് ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് വിളമ്പി കൊടുക്കാറ്. ചിലപ്പോൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ കുഞ്ഞിനും ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചിരിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല ഫുഡ് സത്യം പറഞ്ഞാൽ ഫുഡിനേക്കാൾ ഉപരീസൊക്കെ കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വളരെ കുറച്ച് ടൈമാണ്. ആ ഒരു കുറച്ച് ടൈം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആരും ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉള്ളവരായിട്ട് നമുക്ക് പോകാനും പിടിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവായതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ഉണ്ടെന്ന് പറയില്ല, 6-7 മക്കളുണ്ടായാലും എല്ലാവരും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഉള്ളവരോട് നമുക്ക് പോവാനും വേറെ പറഞ്ഞമാതിരി മുതല മേടിച്ച അതിൽ കുറെ കല്ലുണ്ടാവില്ല, അത് പറക്കി കയറാൻ മാതിരി കുറച്ചൊക്കെ എടുത്ത് കളയുക, അത്രേ ഉള്ളൂ. എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ചെറിയ ചിലപ്പോൾ പിണക്കുണ്ടോ വെച്ചാൽ ഉണ്ടാവില്ല, വാക്ക് തർക്കം ഉണ്ടായില്ല, സംസാരം ഉണ്ടായിട്ടില്ല, അന്ന് മിണ്ടൂല്ല. അങ്ങനത്തെയാണ് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം കേട്ടോ. കാര്യം എന്താ പറഞ്ഞാലും ആരായിട്ടൊന്ന് തല്ലൂട്ടപ്പോൾ ഞാനാവട്ടെ അന്വേഷണമാവട്ടെ ഒരാളായിട്ട് പ്രശ്നമൊക്കെ കാര്യങ്ങളൊന്നും വെക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എഴുത്തിനോട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ എഴുത്തിന് ഓരോ കട എഴുതി ഇന്ന് പോകും, തിരിച്ചേട്ടൻ്റെ അടുത്ത് പോകും. എന്നാലും ഇന്നലെ ഒരു ചെറിയൊരു ഹാപ്പിനെസ് കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെ തോന്നുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ. തറവാടുകളും ഏട്ടനും എഴുത്തിയും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്ന ടീമായിരുന്നു. അതിന് ഇവരൊക്കെ ഗൾഫിലല്ല, ഒന്ന് ഈ ഏട്ടൻ മാത്രം നാട്ടിലുണ്ടാവും. അപ്പോൾ ഈ ഏട്ടൻ്റെ അടുത്തിന് കൂടെയാണ് കൂടുതൽ നമ്മൾ സിനിമയ്ക്ക്. എൻ്റെ വീട്ടുകാരുടെ കൂടെ ഒരു മനുഷ്യൻ സിനിമയ്ക്ക് വിടില്ല കേട്ടോ. അത് വേറെ ഇവർ സിനിമയ്ക്ക് പോകുമ്പോൾ പോട്ടെ വിടും, വേറെ ആരുടെ കൂടെ തന്നെയാണ്. എൻ്റെ വീട്ടുകാരുടെ കൂടെ പോലും സിനിമയ്ക്ക് വിടില്ല. ഇവിടെ നിന്നാണ് പോട്ടെ ഏട്ടൻ്റെ അടുത്തിന്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുടുംബം അച്ഛനും അമ്മയും പിന്നെ എന്നൂല്ലേ ഈ കാര്യമൊക്കെ ഞങ്ങൾ എപ്പോഴും നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഏട്ടൻ കൊണ്ടുപോട്ടെ. അപ്പം ഞങ്ങളിപ്പോൾ അത് പണ്ട് ഉസ്താദ് കാണാൻ പോയ കാര്യം, നരസിംഹം റിലീസിൻ്റെ അന്ന് കാണാൻ പോയത്. ഇവിടെ ഞങ്ങൾ റിലീസിൻ്റെ അന്ന് എല്ലാവരും കൂടി പോയി. എന്നിട്ട് നമ്മൾ വരടേത്ത് പോയിട്ട് എൻ്റെ ഏട്ടനവരൊക്കെ ഈ മോഹൻലാൽ ഭ്രാന്തന്മാരാ. പിന്നെ ഞാൻ കയറി വന്നാൽ ഞാനും അതിന് വലിയ ഭ്രാന്തിയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നലെ ഹാപ്പിയായിരുന്നു, ഭയങ്കര ഹാപ്പിയായിരുന്നു. പൊന്നും പറഞ്ഞിട്ടാ എൻ്റെ ലൈഫിൽ എനിക്ക് കല്യാണം കഴിഞ്ഞാലും കുറേ കാര്യങ്ങളൊന്നും മിസ് ചെയ്യണില്ല. എൻ്റെ നാട് മിസ് ചെയ്യണില്ല, എൻ്റെ വീട് മിസ് ചെയ്യുന്നില്ല, എൻ്റെ അച്ഛനമ്മേനെ മിസ് ചെയ്യുന്നില്ല. അവർ 2-3 മാസമാണ് അവർ ഞങ്ങളെ വിട്ടു പോയിട്ട് മിസ് ചെയ്യുക. ബാക്കിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച്. ഇപ്പം അന്യാൻ്റെ വീട്ടിലായാലും ഞങ്ങൾ പോയിട്ടിരിക്കുകയാണെങ്കിലും അപ്പോഴും ഉണ്ടാവും പൊന്നും ഷേബിയും കാർത്തും. അപ്പോൾ ആ പൊന്നു പറഞ്ഞല്ല ആരും മിസ് ചെയ്യണില്ല, എല്ലാവരും ഇങ്ങനെ ഹാപ്പി എന്ന് പറയുമ്പോൾ എനിക്ക് ഇവരൊക്കെ പോകുമ്പോൾ എനിക്ക് വിഷമം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അച്ഛനമ്മയ്ക്കല്ലേ വയ്യാണ്ട് നമുക്ക് ശബരിമലയ്ക്കുള്ള നോൻപും എല്ലാം കൂടി ആവുമ്പോൾ നമ്മൾ തരണം ചെയ്യും കാര്യങ്ങൾ. തരണപ്പോൾ അവർക്ക് കൂടെ നിൽക്കാൻ പറ്റില്ല, അവർ ജോലിക്കാരില്ല. അവർക്ക് അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ വിട്ടിട്ടാണ് പള്ളിയിൽ അവർ ഇത്രയും ദിവസം വന്നത്. അപ്പോൾ ഒരു പരിധിയിൽ നിൽക്കാൻ പറ്റില്ല. ജോലി ഉള്ളതല്ല, വേറെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ജോലി മാത്രം നമുക്ക് ഒന്നും മാറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഒന്നും നമുക്ക്
അപ്പോൾ ഉള്ളൊരു നിമിഷം ഹാപ്പി ആയി. ഒരു ഫാമിലി ഫോട്ടോ എടുത്തു, ഭയങ്കര സന്തോഷം. ഇന്നലത്തെ ഒരു രാത്രി ഒരുപാട് സന്തോഷം. ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ട് വരിക, എടുത്തിട്ട് പറഞ്ഞിട്ട് വരിക. കുറേ നാൾക്ക് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ പറഞ്ഞിട്ട് ഉണ്ണി വീട്ടിൽ സാമ്പാറില്ലേ, അപ്പം ഞാനാണേട്ടാ നമുക്ക് ആ ഫുഡ് കഴിക്കേണ്ട കാര്യത്തിനല്ല, ആ ഫുഡ് ഇപ്പം എല്ലാവരും വീട്ടിലും ഇപ്പം എടുത്ത് വരുന്നത് വീട്ടിൽ ചോറിരിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ചോറ് സാമ്പാറിരിക്കുന്നുണ്ട്, തറവാട്ടിൽ മീൻ കറി വെച്ച് വെച്ചിട്ടുണ്ട്, മീൻ്റെ അവിടെ അയില കറിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഫുഡിൻ്റെ വാല്യൂ അല്ല, പക്ഷെ നമ്മളെല്ലാവരും പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ മനസ്സിനൊരു സന്തോഷമുണ്ട്. അതാണ് നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾ അവരുടെ ലൈഫിൽ അവർക്കും വല്യമ്മ പാപ്പ മേമ്മ ചേട്ടൻ എല്ലാവരും കൂടെ പോയി കഴിക്കുമ്പോൾ കാർത്തും അടക്കം ഫുള്ള് ആക്റ്റീവാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷം. കുറേ നാൾക്ക് ഇത് കുറേ നാൾക്ക് ശേഷം ഇപ്പം നടന്നു വെച്ചാൽ ഇത് നാട്ടിലില്ല, അപ്പം അനി നാട്ടിൽ ഗൾഫിൽ നിന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ പോകാന്ന് വെച്ചാൽ അച്ഛനും അമ്മയുള്ള സ്ഥിതിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എങ്ങനെ പോവാണ്, അനിയനോട് അനിയത്തോട് ഉണ്ടോ, അവർ എപ്പോഴും നാട്ടിലിപ്പോൾ അവരാണ് കൂടുതൽ ഇവിടെ ഉണ്ടാവുക, മറ്റുള്ളവരൊക്കെ എപ്പോഴെങ്കിലും ഒരാഴ്ചക്കൊക്കെ ലീവിന് വരാറുള്ളവരാണ്. ഇവർ നമുക്ക് എങ്ങനെയും പോകാമെന്ന് വെച്ചാലും പോകാൻ പറ്റുക, എന്തായാലും അച്ഛനും അമ്മേനെ ഇവിടെ ഇട്ട് പോകാൻ പറ്റുക. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളോടാണ് നമുക്ക് പോകാൻ പിടിക്കുന്നത്. അപ്പോൾ ഇന്നലെ അമ്മ നോക്കണ ചേച്ചികളാണ് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് പോയി ഫോൺ വീഴാൻ പോയത്. അപ്പം ഞാൻ പിടിക്കാൻ പോയത് അങ്ങനെ അല്ലേട്ടാ. അപ്പോൾ അതേ മരയ്ക്ക് പോകാനുള്ള കാട്ടേട്ടാ മുണ്ടുകളും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് മുണ്ടുകളൊക്കെ കുണുക്കനും കുണിക്കും അനിയനും ഷെബിക്ക് മേടിച്ചിട്ടുണ്ട്. ഇനി കാർത്തൂനും പൊന്നിനും കുണിക്കും പൊന്നല്ല കാർത്തൂനും കുണിക്കുമ്പോഴേക്കും തുണി എടുത്ത് അടിക്കണം. അത് ഇവിടെ പോളിസ്റ്റർ, അത് ഭയങ്കര ചൂടായിരിക്കും, അവർക്ക് പറ്റില്ല. കോട്ടൻ്റെ ബ്ലാക്ക് അടിച്ചിട്ട് ഷിമ്മടിക്കണം. അങ്ങനെ നമ്മൾ ഈ കുന്നോളം പോയിട്ട് വന്നപ്പോൾ നമ്മുടെ അടുക്കള കിടക്കുന്ന കണ്ട അങ്ങനെ ഞങ്ങൾക്ക് അക്കിക്കാവ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അക്കിക്കാവിൽ പോയി, കുന്നോളത്ത് നിന്ന് അക്കിക്കാവ് പോയി. അവിടെ നിന്ന് വീട് എത്തിയപ്പോൾ 12:45 അപ്പോൾ ആ നേരത്ത് വന്നിട്ട് അടുക്കളയുടെ ക്ലീനിങ് ആണ് ഈ കാണേണ്ടത്. രാവിലത്തെ പണി എനിക്ക് അടുക്കള ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പൊന്നു ഷെബി വന്നിട്ടുണ്ട്, കാർത്തും. അപ്പോൾ അവരവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, ഇത് ക്ലീനിങ്ങും കാര്യങ്ങളും നല്ല പിടിപ്പത് പണിയുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കഴുകിയുണ്ടാക്കാറുണ്ട്. രാവിലെ അല്ലെങ്കിൽ അപ്പം ഞാൻ കുറേശ്ശെ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാനുള്ള കാരണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. കാലത്ത് തൊട്ടുള്ള പാത്രം ആ തൊട്ടിയിൽ കിടക്കണമെന്നു. പിന്നെ ചമ്മന്തിയും മുതിരപ്പേരിയും ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ണോട് കഴിച്ചു പോയ ഫുഡിൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു വലിയ തൊട്ടി നിറയെ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നാളേക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ വേണ്ടിയിട്ട് ഞാൻ പച്ചരി കഴിക്കണതാണ് കാണട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുക്കുള്ളൂ കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടല്ലോ, ഉണ്ണുകൾക്കല്ല വേണ്ടോ. അപ്പോൾ ഞാൻ അരിപ്പേരിട്ടിട്ട് കുറേ നന്നായി തിരുമ്പി കഴുകി, എന്നിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചോട്ടാ. പിന്നെ അടുത്തത് ഉഴുന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴുകും തോറും അതിൻ്റെ വൃത്തി ക്ലീനാക്കി ഇട്ടു നന്നായി തിരുമ്പി കിട്ടും. പിന്നെ ഇങ്ങനെ 2 പ്രാവശ്യം വെള്ളത്തിലൊന്ന് അലമ്പി കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചോട്ടാ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ട് എന്താ വെച്ചാൽ 1:45 അതിൻ്റെ കേട്ടോ. എൻ്റെ അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പോഴേക്കും പിന്നെ നമുക്ക് 2:30 ഉണ്ണിയോടെ കൊണ്ടുവരാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ കാർത്തുമ്മ വെച്ചിട്ട് മാമു വെച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതേ ഞാൻ ഉള്ളതുകൊണ്ട് ഓണമെന്ന് പറഞ്ഞ പോലെ ഒരു ചമ്മന്തി മുതിരപ്പേരിയും പപ്പടം കൂട്ടിയിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്വേട്ടനും ഷെബിക്കും കാർത്തൂനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കുറച്ച് കട്ട പോലെ ഒരുപാട് വെന്തതല്ല. ഞാൻ രാവിലെ ഉണ്ണികളൊക്കെ ഉണ്ടാക്കണത് വേഗം വാരി വെച്ച് പോയതാണ്. എനിക്ക് ജസ്റ്റ് ഒന്ന് കുടയാനൊന്നും പറ്റില്ല. റേഷനരി ആയതുകൊണ്ടാണ് അതങ്ങനെ ഒരു പശ പോരട്ടെ. പക്ഷെ ഉണ്ണുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇത് നമ്മളെ കറികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പപ്പടം. അങ്ങനെ പൊന്നു വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞ കാരണം പൊന്നു എത്തിയിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ കാർത്തുമ്മ പിന്നെ ഭക്ഷണം മേശയുമ്പോൾ കൊണ്ടുവച്ച് നമ്മുടെ കാർത്തുമ്മ ഫാസ്റ്റ് വന്നിരിക്കും കേട്ടോ. ആ കാരണം എനിക്ക് മറ്റുള്ളത് എടുത്തുകൊണ്ടിരാകുമ്പോൾ ധൈര്യമില്ലാട്ടെ. ഞാൻ അവരോട് പറയണ്ട് നോക്കട്ടെ ചിലപ്പോൾ പപ്പടമൊക്കെ ഒറ്റയടിക്ക് തകർത്ത് തരപ്പണാക്കി വെക്കും. കറികളൊക്കെ കുറേ എടുത്ത് ഒഴിക്കും മേശമൊക്കെ. അപ്പം ഞാൻ ഷെബി ഞാനേട്ടാ നോക്കുന്നു പറഞ്ഞേട്ടാ. അപ്പോൾ ഞാനേട്ടാ കുടിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാട്ടാ. അങ്ങനെ ഞാനും വെള്ളം 1 കപ്പ് എടുത്തു, അതിൻ്റെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചോറുണ്ടായിരിക്കും. നല്ല വിശപ്പുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു വെള്ളയപ്പം കഴിച്ചു. പക്ഷെ ഭയങ്കര വിശപ്പാണ് ഇപ്പോൾ. എനിക്ക് മരുന്നിൻ്റെ എന്താണെന്ന് അറിയില്ല, ഭയങ്കര വിശപ്പാണ്. പക്ഷെ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 ചട്ടകം ചോറും കുറച്ച് മുതിരപ്പേരും ചമ്മന്തിയും 1 പപ്പടം എടുത്തുട്ടോ. ഇതാണ് നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡ് കേട്ടോ. അപ്പോൾ പൊന്നുവിനെ കുറേ വിളിച്ചു, പൊന്നു വരാത്ത കാരണം ഞങ്ങൾ ചോറിനായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞു അവൾ വരാൻ നോക്കണം, നീ കഴിച്ചോളൂ. ഞാനൊക്കെ അവന് വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവൻ വന്നിരുന്നു, അവന് കഴിക്കാൻ തുടങ്ങിയിട്ടാണ്. പൊന്നുവിനെ വിളിച്ചിട്ട് കാണാനില്ല. അപ്പം ഞങ്ങൾ 4 ആളും ഫുഡ് കഴിച്ചു തുടങ്ങി.
കുറേ നേരമൊക്കെ കഴിഞ്ഞാൽ വിളിക്കണം പൊന്നു വായോ ഫുഡ് കഴിച്ചിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് അവൾക്ക് എഡിറ്റ് ചെയ്യാൻ കാരണം അവിടെ 100 വിളി വിളിച്ചാലും എൻ്റെ പൊന്നം വരില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ കിടക്കട്ടെ, ഞങ്ങൾ വിശക്കാത്തതുകൊണ്ടാവും. ഞങ്ങൾക്കും അന്നോണ്ടൊക്കെയാണല്ലോ വിശന്നിട്ട് കണ്ണ് കാണും. അതിന് സത്യം പറഞ്ഞാൽ ഒരു വെള്ളയപ്പം, കുഞ്ഞൊരു വെള്ളയപ്പൊക്കെ കഴിച്ചാൽ എന്താവാനല്ലേ നമുക്ക്. അങ്ങനെ ഈ പപ്പടം കഴിക്കാനും പേടിയാട്ടോ, നമുക്ക് പപ്പടമൊന്നും കഴിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. സത്യം പറഞ്ഞാൽ ചോറ് മതിയായില്ല കേട്ടോ, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നിൻ്റെ അപ്പം ഒരു തരിത്തിട്ട് ഒരു ഉരുള ഒരു കുഞ്ഞൊരു തരി പൊന്നിൻ്റെ കിണ്ണത്ത് ഞാൻ ചോറെടുത്തിട്ടിട്ട് അതും വെച്ചിട്ടു. എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. മുതിരി ചമ്മന്തി ഒക്കെ കൂട്ടി ചോറിന് ഭയങ്കര ടേസ്റ്റ്. അതിൻ്റെ കുണിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചമ്മന്തി. സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഉണക്കമീനും ഈ ഒരു ചമ്മന്തിയും, അല്ലെങ്കിൽ അയില, ഈ കടപ്പുറ അയിലൊക്കെ വരുന്ന സമയമില്ല, ആ സമയത്തൊക്കെ അത് കടപ്പുറ അയില ഒരു സീസണിൽ ഉച്ച തിരിഞ്ഞാൽ കടപ്പുറ അയില, നാടൻ അയില കൊണ്ടുവരില്ല, എല്ലാ സമയത്തും വരില്ല. അങ്ങനെയുള്ള സമയത്ത് നല്ല നാടൻ അയില കിട്ടും കേട്ടോ. അപ്പോൾ അതും ചമ്മന്തി മീൻ വറുത്തോട്ട് ഞാൻ ചോറിനാണ് കേട്ടോ. അങ്ങനെ ചോറുണ്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ കുണിക്കുമ്പോൾ കാർത്തുമ്പോൾ ചോറിൻ്റെ സ്ഥലത്ത് പപ്പടം കയറിലൊക്കെ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ അവൾ വന്നിട്ട് എന്തോ ഭക്ഷണം കഴിച്ചിട്ട് അവിടെയൊക്കെ ആക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചോരി വൃത്തിയാക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോഴേക്കും പൊന്നു ഇടയിലും ഞാൻ ചോറിൻ്റെ ഇരിക്കുന്നതിനേക്കാൾ മുന്നേ വന്നിട്ട് പൊന്നു ചോറുണ്ടു. പൊന്നു വീണ്ടും വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോയിട്ടാ. അപ്പോൾ ഷെബി അവിടെ നിന്നിട്ട് TV കാണുന്നുണ്ട്. അഞ്ഞുവേട്ടൻ തിരുമ്പിത് തോരണം വേണ്ടി മുകളിലേക്ക് പോയി എന്തോ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ണികളെ കൊണ്ടുവരാൻ പോയി. ഉണ്ണികളെ കൊണ്ടുവരാൻ പോകുമ്പോൾ കാത്തുമ്പോൾ ഞങ്ങളുടെ കൂടെ പോകുന്നു കേട്ടോ. വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ചോറ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ 2 ദിവസം വണ്ടിയുടെ ഉള്ളിൽ ചോറ് കൊടുത്തിട്ട് ഇവർ പപ്പടമൊക്കെ പൊടിച്ച് വണ്ടിയുടെ ഉള്ളിൽ ഇടുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, 3 ആളേന് നമ്മുടെ റോഡ് സൈഡിൽ അവിടെ നിർത്തി. അവർ കളിക്കണമുണ്ട്, ഫുഡ് കഴിക്കണമുണ്ട് കേട്ടോ. അവർക്ക് വണ്ടിയിലിരിക്കുന്നേക്കാളും ഇഷ്ടമായി പുറത്തിറങ്ങി നിന്നപ്പോൾ. അപ്പോൾ ഞാൻ ചമ്മന്തിയും മുതിരപ്പേരും തൈരും പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. തൈരൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടാളും വയറുനിറയെ പപ്പടമാണ് കേട്ടോ കുണിക്കുമ്പോൾ അവിടെ കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കാർത്തുമ്പിയും കഴിക്കണം കേട്ടോ. വയറുനിറയെ ഫുഡ് കഴിച്ച് ട്യൂഷന് പോയി. അങ്ങനെ അവർ ട്യൂഷന് ഉണ്ടാക്കിയതിന് ശേഷം അവർ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ട്യൂഷന് പോകാമെന്ന് വെച്ചപ്പോൾ കുണിക്കുമ്പോഴൊക്കെ ചെറിയൊരു പനിക്കോട് പോലെ മുഖമൊക്കെ ഒന്ന് ചീമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ 2 ആളേനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഞാൻ ചൂടെണ്ണം വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ വരെ ഉച്ചയ്ക്ക് വേണ്ടിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. അവരെ ചൂടെണ്ണമൊക്കെ വെച്ചു. ഞാനും കുണിക്കും കുളിച്ചു. അന്നേട്ടൻ കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ പൊന്നിനോട് പറഞ്ഞു, ഞാനാണ് കാർത്തൂന് കുളിപ്പിക്കാറ് കേട്ടോ. സത്യം എനിക്കിന്ന് തീരെ വയ്യാത്തന്നെ ഞാൻ പൊന്നിനോട് ഒന്ന് കുളിപ്പിച്ചുകൊണ്ട് വേണം കാർത്തൂനാണ്. പക്ഷേ കുളിക്കാൻ പോയിട്ടില്ല ചേട്ടാ. അങ്ങനെ അഞ്ഞുവേട്ടൻ കുളിച്ചറിയിട്ടാണ് കാർത്തൂന് കുളിപ്പിക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. ഞാനും കുണിക്കനൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, മലയ്ക്ക് പോണ സമയമാണ്, നോമ്പ് സമയമാണ്, അല്ലാത്തപ്പോൾ പോലെയല്ല, അമ്മ വിളക്ക് വയ്ക്കുമ്പോൾ വന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഓക്കെയാണ്, വന്ന് പ്രാർത്ഥിക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുണുക്കനോട് പറഞ്ഞു, സ്വാമി പാട്ട് വയ്ക്കുക, സന്ധ്യ നേരം അയ്യപ്പൻ്റെ പാട്ട് വയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പട്ടാളം സിനിമയിലെ മമ്മൂക്കയുടെ പാട്ടില്ലേ, പമ്പാ ഗണപതി, അതാട്ടം വയ്ക്കുക. അത് രാവിലെ നമ്മൾ കേൾക്കുമ്പോഴല്ലോ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട്. അത് വൃശ്ചിക മാസത്തിലൊക്കെ ഈ സ്വാമി പാട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതല്ലേ, നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ്. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ശബരിമലയ്ക്ക് പോകണമെങ്കിൽ കുളിച്ചുമ്പോൾ ശരനെ വിളിക്കുന്ന കേൾക്കും. അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഒരു നല്ലൊരു കാലം. അങ്ങനെ ഈ കുണുക്കമാൻ്റെ വന്ന് അവനും ഇടഞ്ഞ് നിൽക്കണതിന് അപ്പം പ്രാർത്ഥിച്ചില്ലേ, പിന്നെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഭസ്മൊക്കെ തൊട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളെ നോൽമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ. ഇനി നാളെ തൊട്ട് നമ്മൾ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.